ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ ഇട്ട് കുറേ ആയിരിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്ന് നമ്മളൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു വ്ളോഗാണ് ഇന്നിട്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു വ്ളോഗിനൊരു പ്രത്യേകതയുണ്ട്. എൻ്റെ അച്ഛനില്ലാത്ത വീട്ടിലേക്ക് ഞാൻ പോവുകയാണ്. അച്ഛനില്ലാത്ത വീട്ടിലേക്ക് ആദ്യമായിട്ട് പോവുകയാണ് കേട്ടോ. കാരണം അച്ഛൻ്റെ മരണവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഇവിടെ ഒതലൂർക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ തിരിച്ച് വീണ്ടും അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു വ്ളോഗാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ അവിടെ എൻ്റെ അച്ഛനില്ല. പോണ സമയത്താണെങ്കിലും കോക്കാട് സെൻറ്ററൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ബസ്സിനാണ് പോകാറുള്ളത്. കോക്കാട് സെൻറ്ററൊക്കെ എത്തിക്കഴിഞ്ഞാലും ഞാനിങ്ങനെ സൈഡ് നോക്കും, അച്ഛൻ്റെ കട അച്ഛനിരിക്കുന്നുണ്ടാവും അവിടെ. പക്ഷെ ഇതൊന്നുമില്ല. അപ്പോൾ അച്ഛനില്ലാത്ത വീട്ടിലേക്ക് ആദ്യമായിട്ട് ഞാൻ കയറി ചെല്ലുമ്പോൾ വീടിൻ്റെ ഉമ്മാർത്തിൻ്റെ അച്ഛൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്തായാലും പറഞ്ഞാൽ ഭയങ്കര വിഷമമായിരിക്കും എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ പറയുക, ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട്. ഇതല്ലാതെ അച്ഛൻ്റെ മരണത്തിൻ്റെ മുന്നേ, അച്ഛൻ്റെ ആക്സിഡൻ്റൊക്കെ പറ്റുന്നതിന് മുന്നേ ഞാൻ എടുത്തു വെച്ച കുറേ വീഡിയോസ് എൻ്റെ ഗാലറിയിൽ കിടക്കുന്നുണ്ട് കേട്ടോ. കാരണം അതൊന്നും എഡിറ്റ് ചെയ്യാനുള്ള സമയമില്ലാത്ത കാരണം ഒന്നും എഡിറ്റ് ചെയ്യില്ല. പക്ഷേ ഒരുപാട് വീഡിയോസ് കിടക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ പതിയെ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. പക്ഷേ അതൊക്കെ അച്ഛൻ്റെ മരണത്തിന് മുന്നുള്ള വീഡിയോസാണ് കേട്ടോ. കുറേ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പതിയെ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ എന്തായാലും നിങ്ങൾ കാണാൻ പോകുന്നത് അച്ഛൻ്റെ മരണശേഷം ആദ്യമായിട്ട് ആ വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ. അതായത് എല്ലാ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഞാൻ ഇപ്പം എൻ്റെ വീട്ടിൽ വന്നിട്ട് തിരിച്ച് വീണ്ടും എൻ്റെ വീട്ടിലേക്ക് പോകുന്നൊരു വ്ളോഗ് കേട്ടോ. അപ്പോൾ കാണാം. നമ്മളവിടുന്ന് ബസ് ഉണ്ടായിരുന്നു. 9:05 ബസ്സിനാണ് ഞാൻ പോയത്. എടപ്പാൾക്ക് ബസ് കയറിയിട്ട് അവിടുന്ന് പിന്നെ തലക്കശ്ശേരിക്കുള്ള ബസ് കയറുക ചെയ്യാറ്. ഞങ്ങൾ 3 പേരും കൂടി ആകുമ്പോൾ സ്കൂട്ടിക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായ കാരണം നമ്മൾ ബസ്സിലാവാറ്. നമ്മൾ എടപ്പാൾ അമ്മാന മോളിൽ നിന്ന് ഇവർക്ക് ചെരുപ്പ് വേണം പറഞ്ഞിട്ട് പിള്ളേർക്ക് ഒരു സിറ്റി വാക്ക് ഫുഡ് വെയർ ഉണ്ട്, അവിടെ പോയി ചെരുപ്പ് മേടിച്ചു. അതിനുശേഷം നമ്മൾ ഒരു ഷേക്ക് കുടിച്ചു. അവർ രണ്ടുപേരും എന്തൊരു ബ്രൗണി ഷേക്ക്, ഞാൻ എന്തൊരു ഫലൂദയാണ് കുടിച്ചത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ തൃത്താല പട്ടാമ്പി ബസ്സിൽ കയറിയിട്ട് തലക്കശ്ശേരി സെൻറ്ററിൽ ഇറങ്ങുക ചെയ്യാറ്. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി. അപ്പോൾ ഇത് കോക്കാട് സെൻറ്റർ എത്താറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിലാണ് എൻ്റെ അച്ഛൻ്റെ കട. അച്ഛൻ്റെ ഒരു റെഡ് ബോർഡ് വെച്ചൊരു കടയാണ്. ഇപ്പോൾ ആ കടയിൽ നമ്മൾ കട ഒഴിഞ്ഞു കൊടുത്തു, വേറെ ആളിരിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം വരും കേട്ടോ. അച്ഛൻ ഇരുന്ന സ്ഥലത്ത് വേറെ ആളിരിക്കുമ്പോൾ ഈ ഒരു റെഡ് ബോർഡ് കാണാം. ഇതാണ് അച്ഛൻ്റെ കട കേട്ടോ. അങ്ങനെ നമ്മൾ തലക്കശ്ശേരി സെൻറ്ററിൽ ഇറങ്ങി. അവിടെ നിന്ന് പിന്നെ ഓട്ടോയ്ക്ക് പോകാനുള്ള ദൂരം ഒരു 5 മിനിറ്റ്. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോഴേക്കും എല്ലാവരും നമ്മൾ വീട്ടിൽ തിരിക്കുകയാണ്. പിള്ളേരെല്ലാവരും ഏതാ പച്ചക്കാരി ഏതാ പാട്ട് ഏതാണ്? ഓപ്പിനോട് പറയും, ഓപ്പ് പാടും. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ചായക്ക് കുടിക്കാനോ കേട്ടോ. കാരണം ഉച്ചത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. വന്ന ഉടനെ ഭക്ഷണം കഴിച്ച് അങ്ങനെ കിടന്നുറങ്ങി. പിന്നെ ചായ കുടിച്ചു. അപ്പോൾ ഇത് നമ്മുടെ കരിമ്പനയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ കുറേ കരിമ്പനകളുണ്ട്. ഈ ഒരു സീസണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ കൂടുവണ്ടിയിൽ കുറേ കരിമ്പനകൾ വെട്ടിക്കൊണ്ടും നമുക്ക് കുറേ തരും കേട്ടോ. അവർ പനനൊങ്കായിട്ട് തരും. ഇപ്പോൾ നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണാം 6 അല്ലെങ്കിൽ 7 പനനൊങ്കിന് 100 രൂപ എന്നുള്ള ലെവലിലൊക്കെ. പക്ഷെ നമ്മുടെ വീട്ടിൽ കുറേ കിട്ടും. ഈ ഒരു സീസണായി കഴിഞ്ഞാൽ കുറേ പനനൊങ്ക് കിട്ടും. അപ്പോൾ ഇന്ന് വെട്ടലായിരുന്നു പനനൊങ്കിൻ്റെ. അപ്പോൾ നമുക്ക് കുറേ പനനൊങ്ക് കിട്ടി കേട്ടോ. അതിനുശേഷം ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഞാൻ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ അച്ഛൻ്റെ സംസ്കാര ചടങ്ങുകളെല്ലാം വീട്ടുവളപ്പിൽ തന്നെയായിരുന്നു അച്ഛനെ സംസ്കരിച്ചത്. കാരണം നമുക്ക് ഇടയ്ക്കൊന്ന് പോയി കാണണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേ പറ്റുള്ളൂ. വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഓർമ്മയൊന്നുമില്ലല്ലോ. ഇത് നമുക്കൊരു ഓർമ്മയായിട്ട് അച്ഛൻ അവിടെ ഉണ്ടല്ലോ, ഇടയ്ക്കൊന്ന് പോയി അച്ഛനെ കാണാം. അപ്പോൾ ഇവിടെയാണ് എൻ്റെ അച്ഛൻ സുഖമായിട്ട് കിടന്നുറങ്ങണം കേട്ടോ. കിടന്നുറങ്ങട്ടെ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിൽക്കും. കുറേ നേരം അച്ഛനോട് മനസ്സുകൊണ്ട് സംസാരിക്കും. കുറേ വിഷമങ്ങൾ ചോദിക്കും, എന്തിനാ അച്ഛൻ എത്ര പെട്ടെന്ന് ഞങ്ങൾ വിട്ടുപോയി എന്നൊക്കെ ചോദിക്കും. മക്കളെ ഞാൻ കൊണ്ടുപോകാറുണ്ട്. കാരണം അച്ഛച്ചെന്ന് പറഞ്ഞ് അച്ഛച്ചന് മക്കളെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ജീവനാണ്. അപ്പോൾ ആ മക്കളും അറിയണം, മക്കൾക്കും കാണുന്നുണ്ട്. അപ്പം ഞാൻ പോകുമ്പോൾ പിള്ളേരെയും കൂടി കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛനെ കണ്ടു, കുറേ സംസാരിച്ചു. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. മക്കൾക്ക് ഭയങ്കര ഫീലിങ്സ് ആയിരുന്നു കേട്ടോ. കാരണം പേരക്കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കും ജീവനാണ് എൻ്റെ അച്ഛന്. പേരക്കുട്ടികൾ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. അവരൊന്ന് ചീത്ത പറയാനോ തല്ലാനോ ഒന്നും സമ്മതിക്കില്ല എൻ്റെ അച്ഛൻ. അത്രയ്ക്കും ഇഷ്ടമാണ് മക്കളെ. അപ്പോൾ അവർക്കും ഭയങ്കര വിഷമമാണ് അച്ഛൻ എന്നുള്ളൊരു ലെവലിൽ. എന്താ ചെയ്യുക, നമ്മൾ കുറേ ഫൈറ്റ് ചെയ്തു, ദൈവം തന്നില്ല, തട്ടിപ്പറിച്ച് കൊണ്ടുപോയി. കുറേ നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ ശ്രമിച്ചു അച്ഛനെ തിരിച്ച് കിട്ടാൻ. പക്ഷേ അതൊന്നും ദൈവം കണ്ടില്ല എന്ന് ചിലപ്പോൾ സമയത്ത് എനിക്ക് തോന്നും.
അപ്പോൾ എന്തായാലും അച്ഛനൊക്കെ കണ്ടിറങ്ങി. ഇത് തറവാടാണ് കേട്ടോ, തറവാട് തൊട്ട് താഴെയാണ് നമ്മൾ വീട് വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മേലെ പറമ്പത് നോക്കിയപ്പോൾ തറവാട് നല്ല ഭംഗിയായിട്ട് തോന്നിയപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്താണ് കേട്ടോ. തൊട്ട് ബാക്കിൽ കാണുന്നത് കരിമ്പനകളാണ്, കുറേ കരിമ്പനുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരിക്കും, കാരണം ഇങ്ങനെ ചിന്തിക്കും, ഓരോന്നിങ്ങനെ വെറുതെ ഓരോന്നിങ്ങനെ ചിന്തിക്കുക, എന്താ അച്ഛാ പോയത്, വേഗം എന്തിനാ പോയത്, ഞങ്ങൾ എത്ര ശ്രമിച്ചു, ഭഗവാനെ തന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും. അപ്പുറത്തെ പിള്ളേരും വിഷമിച്ചിരിക്കുന്നുണ്ട് കേട്ടോ, കാരണം അവർക്ക് അത്രയ്ക്കും ഇഷ്ടമായിരുന്നു. അച്ഛൻ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ, പക്ഷെ അവരും വിഷമിച്ചിരിക്കുക. ഇപ്പുറത്ത് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കും, എന്താ ചെയ്യുക, നമ്മളെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചെന്നുള്ളൊരു ഒരു ഇതുണ്ട് നമുക്ക് മനസ്സിൽ. എന്നിട്ടും ദൈവം തരാത്തതല്ലേ, ശ്രമിക്കാനിട്ടല്ലല്ലോ, പക്ഷെ തന്നില്ല ദൈവം, എന്താ ചെയ്യാം, ശരിയാവൂല്ലേ. അങ്ങനെ നമ്മളിനി വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ്, ഇതാണ് വല്യമ്മയുടെ വീട് കേട്ടോ. വല്യമ്മ വീട് വെച്ചിരിക്കുന്നത് തൊട്ടടുത്ത് തന്നെയാണ് കണ്ടോ, ഇതാണ് വല്യമ്മയുടെ വീട്. അതിൻ്റെ തൊട്ടപ്പുറത്തേണ് നമ്മുടെ വീട് കേട്ടോ. അപ്പോൾ നമ്മളിനി വീട്ടിലേക്ക് പോവാണ്, കാരണം വിദ്യ വരാറായിരിക്കുന്നു, അവൾക്ക് ജോലിയുണ്ട്, അപ്പോൾ അവൾ വരാറായിരിക്കുന്നു. അപ്പം നമ്മളിനി വീട്ടിൽ പോയിട്ട് ഫ്രഷൊക്കെ ആവണം. ഓക്കെ, അപ്പോൾ വിദ്യ വരുന്ന സമയത്ത് എന്താ സ്ട്രോബെറി ഐസ്ക്രീം എന്തോ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് വെറുതെ അച്ഛൻ്റെ റൂമിൽ കയറി നോക്കിയപ്പോൾ അച്ഛൻ്റെ കുറേ ഷർട്ടുകളും അച്ഛൻ്റെ കുറേ ഡ്രസ്സുകളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര വിഷമം. ഇതൊന്നും എൻ്റെ അച്ഛൻ ഉപയോഗിക്കുന്ന ഷർട്ടുകളാണല്ലോ, അതും കുറേയൊക്കെ നമ്മൾ മാറ്റി, പക്ഷേ കുറച്ചൊന്നും നമ്മൾ മാറ്റിയിട്ടില്ല. അതൊരു ഓർമ്മയായിട്ട് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇതൊക്കെ നല്ല നല്ല ഷർട്ടുകൾ, ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ അച്ഛൻ്റെ മുഖം ഓർമ്മ വരും. കാരണം എൻ്റെ അച്ഛനെ കാണുമ്പോൾ ഞാൻ കാണുന്ന ഷർട്ടുകൾ ഈ ഒരു ഷർട്ടുകളൊക്കെയാണ്. ഏറ്റവും കൂടുതൽ എൻ്റെ അച്ഛനെ ഞാൻ കാണുന്നത് ഈ ഒരു ഷർട്ടിലാണ്. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. ഞാൻ പിന്നെ ഒരെണ്ണം എടുക്കണമെന്ന് വിചാരിച്ചു, പിന്നെ വേണ്ട, വീട്ടിലേക്ക് കൊണ്ട് ഞാൻ കൂടുതൽ സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കും. പിന്നെ ഇതെൻ്റെ അച്ഛൻ്റെ വാച്ച്, അങ്ങനെ അച്ഛൻ്റെതായുള്ള ഓർമ്മകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. എൻ്റെ അച്ഛൻ ഉപയോഗിച്ചിരുന്ന വാച്ചാണത്. അങ്ങനെ നമ്മൾ പറയില്ലേ പനന്നൊങ്ങ് ഉണ്ടായിരുന്നു എന്ന്, അത് നമുക്കിങ്ങനെ ഇതേപോലെ അവർ ആക്കി തരും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പനന്നൊങ്ങ് വെട്ടണ കാരണം നമുക്കിത് തന്നിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എന്താ വെച്ചാൽ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ, കാരണം രാത്രി പിന്നെ അങ്ങനെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. ഞാൻ എൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല, ആ ഒരു വിഷമത്തിൽ പിന്നെ അങ്ങനെ കിടന്നിട്ട് ഉറങ്ങിയേന്. അപ്പോൾ വീഡിയോ എടുക്കാനുള്ള മൂടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ നെക്സ്റ്റ് ഡേ നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പാടമുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഞായറാഴ്ച ആയതുകൊണ്ട് വിദ്യയ്ക്കും അവധിയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വൈകുന്നേരം പാടത്തൊക്കെ ഒന്ന് പോയിട്ടൊന്ന് നോക്കിയിട്ട് ഇരിക്കാം, പാടം കാര്യങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇതേ പാടത്തേക്ക് പോവുകയാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ അമ്മ ഉണ്ടായിരുന്നില്ല, ഞാൻ വിദ്യയും പിള്ളേരെല്ലാവരും കൂടി ഇതേ പാടം കാണാൻ വേണ്ടി പോകട്ടെ. നല്ല ഭംഗിയുള്ളൊരു പാടം. കുറച്ച് നേരം അവിടെ ഇരുന്നു പിള്ളേർ കുറേ നേരം കളിക്കാനൊക്കെ ആയിട്ട് കുറച്ച് നേരമൊക്കെ അവർക്കൊന്ന് റിലാക്സ് ആവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടേക്ക് ഇരുന്നു കേട്ടോ. നല്ല അടിപൊളി, നല്ല ഭംഗിയുള്ള, നല്ല രസമുള്ളൊരു പാടം, തലക്കശ്ശേരി പാടം. ഓക്കെ, അങ്ങനെ കുറേ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് വീട്ടിലേക്ക് പോകാട്ടോ. കാരണം ഏകദേശം സൂര്യാസ്തമനാവാറായിരിക്കുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിയത് ഒരു 5 മണിക്കാണ്. പിള്ളേർ കുറേ കളിച്ചു, കുറേ ഇത് കണ്ടു, ഞങ്ങൾ കുറേ വീഡിയോസ് എടുത്തു, ഫോട്ടോസ് എടുത്തും കാര്യങ്ങളൊക്കെ എടുത്തു കുറേ. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വിചാരിച്ചു തലക്കശ്ശേരി സെൻറ്റർ വഴി പോവുകയാണ് കേട്ടോ. ഇപ്പം നമ്മളെ വീടിൻ്റെ ഷോർട്ട് കട്ട് വഴി, ഇടവഴി എന്നൊക്കെ പറയില്ലേ, ഇടവഴി വഴിയാണ് വന്നത്. പക്ഷേ നമ്മൾ ഇനി പോകുന്നത് തലക്കശ്ശേരി സെൻറ്റർ വഴിയാണ് പോകുന്നത് കേട്ടോ. റോട്ടിൽ കൂടെ പോവാം. അപ്പോൾ വെറുതെ നമുക്കൊന്ന് നടക്കും ചെയ്യാമല്ലോ. അങ്ങനെ വീട്ടിൽ തന്നെ പിള്ളേരെല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കില്ല. അപ്പം എന്ന് വിചാരിച്ചു നമുക്ക് തലക്കശ്ശേരി സെൻറ്റർ വഴി അങ്ങനെ നടന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം നമ്മൾ ഇനി അങ്ങനെ പോണത്. എവിടെ ഇതല്ലേ പല ഈ കാണുന്നത് നമ്മൾ തലക്കശ്ശേരി സെൻറ്ററിൽ തന്നെ ഒരു അമ്പലമാണ് കേട്ടോ. മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രമാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു അമ്പലമാണ്. കുറേ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു അമ്പലമൊക്കെ ആയിരുന്നു. പിന്നെ എല്ലാം പുനഃപ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സൂപ്പറായിട്ട് നല്ല ഭംഗിയാണ് അമ്പലം കാണാം കേട്ടോ. എൻ്റെ വീഡിയോസിൽ ഞാൻ അധികം ഇട്ടിട്ടില്ല, ഞാൻ കൂടുതൽ വെങ്കസിക്കവല്ലേ പോവാറ്. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് പിള്ളേർക്ക് എന്തോ ജ്യൂസും കാര്യങ്ങളൊക്കെ എന്തൊക്കെ കുടിക്കണം പറഞ്ഞാൽ ആകെ ടയേർഡായിരിക്കുന്നു അവർ. അപ്പോൾ അതൊക്കെ കുടിച്ച ശേഷം നമ്മൾ പോണത് കേട്ടോ. അപ്പോൾ അവരെന്തോ ജീരക സോഡയും അങ്ങനെ എന്തൊക്കെ കഴിച്ചു. പിന്നെ നമ്മളൊരു ഐസ്ക്രീം, കോൺ ഐസ്ക്രീം, ലാസ്റ്റ് ഒരു കോൺ ടോപ്പ് മേടിച്ചു.
അങ്ങനെ നമ്മളത് വീട്ടിലെത്തിയിട്ട് ഫ്രഷായി ഇനി രാത്രിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് പൂരിയും ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ. അപ്പോൾ പൂരിയും സംഭവങ്ങളൊക്കെ പരത്തുകയാണ്. കിഴങ്ങ് കറിയും പൂരിയും കട്ടൻ ചായയും അടിപൊളി. അതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്. അതിനുശേഷം കട്ടൻ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ. കട്ടൻ ചായ അടിപൊളിയല്ലേ ഫുഡ് കഴിക്കുമ്പോൾ. അപ്പോൾ കട്ടൻ ചായ വേണം പറഞ്ഞപ്പോൾ കട്ടൻ ചായ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അച്ചൂട്ട വന്നിട്ടുണ്ട് ഇവിടെ. അങ്ങോട്ട് നോക്ക്. നമ്മുടെ ഹായ് പറയും. ചായ ഞങ്ങൾ ചായ വെക്കട്ടെ കേട്ടാ. നോക്കട്ടെ, എടുത്തോളൂ, അച്ഛനും എടുത്തോളൂ, പൂരി എടുത്തോളൂ. പപ്പടപ്പൂരിയാണ് കഴിച്ചോട്ടെ. പാത്രത്തില് തരാട്ടോ. താലി കൊടുക്കണേ. ചായ വേണോ? അങ്ങനെ നമ്മൾ പൂരിയും കിഴങ്ങ് കറിയും കട്ടൻ ചായയും കുടിച്ചു. അതിനുശേഷം രാത്രി കിടക്കാൻ നേരത്ത് കുറച്ച് മുന്തിരി ഉണ്ടായിരുന്നു കേട്ടോ. മുന്തിരി കഴിച്ചു. അപ്പോൾ അന്നത്തെ രാത്രി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. ഞാൻ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് തിങ്കളാഴ്ച. അപ്പോൾ വൈകുന്നേരം അച്ഛനെ ഒന്നും കൂടി പോയി കാണണം തോന്നി. അച്ഛന് കുറച്ച് പൂക്കൾ സമർപ്പിക്കണം തോന്നി. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകണം. അന്ന് വൈകുന്നേരം അച്ഛൻ്റെ അടുത്ത് വീണ്ടും പോയതാട്ടോ. അന്ന് അപ്പം ഞാൻ മാത്രമേ പോയിരുന്നുള്ളൂ, പിള്ളേരെ കൊണ്ടുപോയിരുന്നില്ല. ഞാൻ ജസ്റ്റ് കുറച്ച് വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് പൂവുകളും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചു അച്ഛനെ കൊടുത്തിട്ട് അങ്ങനെ അച്ഛൻ്റെ കാൽക്കിൽ നമസ്കരിച്ചു. അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് വിശ്വസിക്കുന്നു. ഒരു കുഞ്ഞു വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വഴിക്ക് നല്ലൊരു മയിൽ നിൽക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അതിനെ ജസ്റ്റ് സൂം ചെയ്തെടുത്താൽ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.